നമസ്കാരം. ആട് 3 ക്രിസ്മസ് റിലീസായി എത്തുന്നു. ആട് 3യുടെ ഇപ്പം പൂജയോട് ഷൂട്ട് തുടങ്ങുന്നതിനുള്ള പൂജയോടനുബന്ധിച്ചാണ് അവർ അതിൻ്റെ അപ്ഡേഷൻ നൽകിയത്. ഇത് ക്രിസ്മസ് റിലീസായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ഇതൊരു സോംബി മൂവി എന്നല്ല, ഇതൊരു ഇടയിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ അതിൽ നിന്ന് എന്തായാലും വ്യത്യസ്തമായ സിനിമയായിരിക്കും. നമുക്കറിയാം ആട് 1ൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട് 1 തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയി. പിന്നെ അത് OTTയിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അയ്യോ ഇത്രയും നല്ല സിനിമയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ എന്തായാലും അവരുടെ ധൈര്യത്തിൽ ഒരു ആട് 2 എടുത്തു. അത് വൻപിച്ച വിജയമായിരുന്നു. അന്ന് മുതൽ നമ്മൾ ആട് 3ക്ക് വെയിറ്റിംഗ് ആണ്. കാരണം ഷാജി പാപ്പൻ്റെ ദിനങ്ങളായിരുന്നു. പാപ്പനായിരുന്നു താരം. പാപ്പൻ്റെ ദിനങ്ങൾ നമുക്ക് തന്ന, പാപ്പനും പിള്ളേരെയും നമുക്ക് തന്ന ആ ടീം വീണ്ടും ഒരുമിച്ച് ആട് 3 തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയാണ്. ആക്ടർ ഉണ്ണി മുകുന്ദൻ ഇതിൻ്റെ ഫസ്റ്റ് ഇങ്ങനെ ക്ലാപ്പ് അടിക്കുന്നത് കണ്ടു. അത് എനിക്ക് അത് പറഞ്ഞു, ഈ ചിത്രത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല, അല്ലാതെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ അവർ 2-3 ഫോട്ടോകളിലൊക്കെ നമ്മൾ പ്രതീക്ഷ അസീസിനെ, ഉണ്ണി മുകുന്ദനെ, അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടിരുന്നു. എന്തായാലും അവർ പറയുന്നത് ഇതിൻ്റെ ഭാഗമായവരും അല്ലാത്തവരും എല്ലാവരും പൂജയ്ക്ക് എത്തും. ജയസൂര്യ എന്ന് പറയുന്ന നടൻ്റെ കത്തനാവ് എന്ന് പറഞ്ഞൊരു വലിയ റിലീസ് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് അല്ലെങ്കിൽ ശേഷം എപ്പോഴാണെന്നറിയില്ല, കത്തനാറിൻ്റെ വരവറിയില്ല. എന്തായാലും ആട് 3 ഉടനെ മീൻസ് ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിൽ എത്തും എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഷാജി പാപ്പനെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു.